ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബിഗ് ബോസ് മലയാളം സീസൺ 7 സീസൺ തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ ബാക്കി നിൽക്കെ വിവാദങ്ങൾ. ചില ആൾക്കാരെ എടുത്ത് മാറ്റിയെന്നും പകരം വേറെ ആൾക്കാരെ കയറ്റിയെന്നും കുറേ ഹിന്ദിക്കാരെ കയറ്റിയെന്നും പിന്നെ അപ്രതീക്ഷിതമായിട്ട് കുറച്ച് ആൾക്കാർക്ക് അവസരം കൊടുത്തെന്നും കൺഫേം ആയവരൊക്കെ പിടിച്ച് മാറ്റി നിർത്തുന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ചർച്ചയായിട്ട് ആരുടെ അടുത്താണ് പോകുന്നത്? പ്രേക്ഷകരുടെ അടുത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ 2 പുതിയ പേരുള്ള ആൾക്കാർ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലിട്ട് കയറി എന്നുള്ള കാര്യങ്ങളും ഇപ്പം ഒരു ചർച്ചാ വിഷയമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആരാണ്? ബിഗ് ബോസ് ഹിന്ദിയിൽ മത്സരിച്ച ഒരു മത്സരാർത്ഥി, ഒരു ലേഡി കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് ഹൗസിൽ കയറി. ഇവരെന്തിന് കയറി? ഇവർക്ക് മലയാളം അറിയാമോ? ഇത് മലയാളം ഷോ ഇല്ലേ? അപ്പോൾ ഹിന്ദി പറയൂ, ഇംഗ്ലീഷ് പറയൂ, അങ്ങനെ കുറേ ചർച്ചയും കാര്യങ്ങളൊക്കെ. ഒരു കാര്യം പറയാം, ഇവിടെ കുറേ പ്രമുഖരായ കുറേ റിവ്യൂവേഴ്സൊക്കെ ഉണ്ട്. അവർ പറയുന്നു അവർക്ക് മുകളിൽ ഇനി വേറെ ആരും കാര്യങ്ങളൊക്കെ ഇല്ലെന്ന്. ഒരു കാര്യം മാത്രം പറയാം, ബിഗ് ബോസ് സംബന്ധപ്പെട്ടൊരു കാര്യങ്ങളിങ്ങനെ കറക്റ്റ് അപ്ഡേറ്റിന് കേട്ടിരിക്കുന്ന പ്രേക്ഷകരുണ്ട്. അവരെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി നിൽക്കരുത്. എന്ത് അപ്ഡേറ്റാണ് കിട്ടുന്നത് ആ അപ്ഡേറ്റ് കൃത്യമാണെങ്കിൽ മാത്രം പ്രേക്ഷകരോട് പറയുക. ഇന്ന് പറയും ഷൂട്ടിംഗ് ഇന്ന് വൈകുന്നേരം നടക്കുമെന്ന് പറയും, പിന്നെ പറയും നടന്നിട്ടില്ലെന്ന് പറയുന്നു, ഇന്ന് രാവിലെ നടക്കുമെന്ന് പറയുന്നു, രാവിലെ പറയും ഇന്ന് വൈകിട്ടാണ് നടക്കുന്നതെന്ന് പറയും, പിന്നെ പറയും ഇന്ന കണ്ടസ്റ്റൻസ് ഉണ്ട് അവർ ഹൗസിൽ കയറിയെന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ പറയും അവർ കയറിയിട്ടില്ലെന്ന് പറയും, പകരം വേറെ ആൾക്കാരെ കയറ്റുമെന്ന് പറയും. പ്രേക്ഷകർക്ക് കുറേ നാളായിട്ട് പല കാര്യങ്ങളിലും പല സംശയവും കാരണങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, തല പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് നടക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കേൾക്കുന്നു. 2 പേരെടുത്ത് കളഞ്ഞിട്ട് 2 പേരെ കയറ്റുമെന്ന് പറഞ്ഞു. ആ അകത്ത് കയറ്റിയ ആൾക്കാർ ഒരു ഹിന്ദിക്കാരെയും പിന്നെ ഒരു പുതിയ ഒരാളെന്നും കേൾക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ പുറത്താക്കിയാലുള്ള ഒരാൾ പിന്നെയും തിരിച്ചു വന്നൊക്കെയുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ആകെ വട്ടെടുക്കണം. സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങളൊക്കെ. ഒരു കാര്യം പറയും, ഇവിടുത്തെ പ്രമുഖരുള്ളൂ, നിങ്ങൾക്ക് കുറേ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അതൊന്ന് കറക്റ്റായിട്ട് പറഞ്ഞേക്ക് എന്താണ് കുഴപ്പം എന്നാണ് പിന്നെ ഞാൻ ചിന്തിക്കുന്നത്. പ്രേക്ഷകരിങ്ങനെ ഉറ്റുനോക്കിയിരിക്കണം, ആരൊക്കെ വരും അത് അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ. ഒരു തവണ ഒന്ന് പറയും, പിന്നെ വേറെ പറയും, പിന്നെ ഒന്ന് പറയും, പിന്നെ വേറെ പറയും. അടിമുടി പോരി വിവാദങ്ങളിലായിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7. കുറച്ചു നേരം മുമ്പ്, ഒരു മണിക്കൂറിന് മുമ്പ് ഈ സീസൺ ഒരു ഉഗ്രൻ സീസണായിട്ട് മാറും, എല്ലാവർക്കും നല്ല ഒരു പണിയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ള കാര്യങ്ങളെ വെച്ച് അങ്ങനെ ഒരു ഫീലിങ്ങിലിരുന്ന ഇപ്പം എന്താ ഒരു വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഹിന്ദി ബിഗ് ബോസിൻ്റെ കണ്ടസ്റ്റൻറ്റ് വരാൻ വേണ്ടി പോകുന്നു, ജിസെല്ലെ ടക്കർ എന്ന് പറഞ്ഞ ഒരാൾ. ഇത് സത്യമായ കാര്യമാണോ മത്സരാർത്ഥിയാണോ എന്നുള്ള കാര്യങ്ങളൊന്നും എവിടെയും കൺഫേം ആയിട്ട് പറഞ്ഞില്ല. അപ്പോൾ മലയാളം ബിഗ് ബോസിൽ മലയാളികൾ മാത്രം മതി, അല്ലെങ്കിൽ തമിഴെന്നോ മറ്റ് ഭാഷ വന്നിട്ട് മലയാള സിനിമാ ഫീൽഡിലോ അല്ലെങ്കിൽ മലയാള സീരിയൽ രംഗത്തോ ഏതെങ്കിലും രീതിക്കൊരു സെലിബ്രിറ്റി ആയ ഒരാളെ മാത്രമേ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ വേണ്ടി പറ്റൂ. ഇപ്പോൾ ഈ ഒരു ജിസെല്ല ടക്കർ എന്ന് പറഞ്ഞ ഒരു ആളല്ലാതെ റെന ഫാത്തിമ എന്ന് പറഞ്ഞ ഒരു പുതിയ ആളും കൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അഭിശ്രീയും ദീപക് മോഹനും പുറത്തു പോകുന്ന കേൾക്കുന്നുണ്ട്. അതിൽ അഭിശ്രീനെ പിന്നെ എടുത്തുനിന്ന് കേൾക്കുന്നുണ്ട്. ഒരു കാര്യം പറയാം, എൻ്റെ പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടി പറയുകയാണ്, ഈ കേൾക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങൾക്കിന്ന് 7 മണിക്കൊന്ന് ഷോ കാണാൻ വേണ്ടി പറ്റുമല്ലോ, അതിലാരൊക്കെ വരുന്നുള്ള കാര്യങ്ങൾ നിങ്ങളങ്ങ് വിശ്വസിക്കുക. ഇവിടെ പലരും പറയും, മനസ്സിലായില്ലേ? നിങ്ങളൊന്നും വിശ്വസിക്കാൻ വേണ്ടി പോകണ്ട. ഇന്ന് 7 മണിക്ക് എന്താണ് നടക്കാൻ വേണ്ടി പോകണം, അതാണ് റിയാലിറ്റി, അതാണ് യാഥാർത്ഥ്യം. അത് കണ്ടുക, തൃപ്തിപ്പെടുക, ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ. ഇനി ഹിന്ദിക്കാരിയെ കൊണ്ടുവരെ, റെന ഫാത്തിമയെ കൊണ്ട് കയറി, ജിസെല്ല ടക്കർ വന്ന് കയറി, എന്തോ ആയിക്കൊണ്ട് പോട്ടെ, ഞാൻ അഭിശ്രീ പുറത്ത് പോവുകയോ തിരിച്ചു വരികയോ, നിങ്ങൾക്കിന്ന് 7 മണിക്ക് ഇരുന്ന് കാണാൻ വേണ്ടി പറ്റും. അതിലെന്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളങ്ങ് വിശ്വസിക്കുക, അതാണ് റിയാലിറ്റി. ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ മാറ്റി പറയുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒട്ടും ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, ഇന്ന് 7 മണിക്ക് ലൈവായിട്ട് നമുക്കിത് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഓൾമോസ്റ്റ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാം തീർന്ന് കാണുമായിരിക്കും. ഇനി ഹൗസ് മേറ്റ്സിൻ്റെ ആ ഒരു ഹൗസ് എൻട്രിയും കാര്യങ്ങൾ മാത്രമേ ഇനി ഷൂട്ടും നടക്കാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെയാണ് എനിക്ക് കിട്ടിയതൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യം വെച്ച് ഇനി ആ ഒരു ഹിന്ദിക്കാരിയായ ഒരു ജിസെല്ല ടക്കർ എന്ന് പറയുന്ന ഒരാൾ ഇവിടുത്തെ എന്ത് കാണിക്കാനാണ്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വെക്കുന്നത് ഈ മലയാളം ബിഗ് ബോസ്? ഞാൻ ഒരു കാര്യം പറയാം, ശരി, അവർ വരുന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഗസ്റ്റായിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഷോയുടെ ഭാഗമാകാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യമായിട്ട്, അല്ലാതെ ഒരിക്കലും ഒരു കണ്ടസ്റ്റൻസ് ആയിട്ട് ഒരിക്കലും ഉണ്ടാകത്തില്ലെന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യം. പിന്നെ ഇനി കണ്ടസ്റ്റൻ്റ് ആണെന്ന് വെച്ചോ, അത് ഈ ഷോയുടെ ഒരു ലോയ്ക്കും എഗെയിൻസ്റ്റ് ആണ്. ഇത്
മലയാളം ബിഗ് ബോസ് ആണ്. അപ്പം മലയാളികൾ മാത്രമേ പങ്കെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഹിന്ദി ബിഗ് ബോസിന് മുമ്പ് പോയ ഒരാളെ പിന്നെയും കൊണ്ട് നമ്മുടെ മത്സരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒട്ടും ശരിയല്ല. പിന്നെ ഇവിടുത്തെ പ്രമുഖരായ റിവ്യൂവർ പറഞ്ഞ കാര്യമാണ് ഇത്. നിങ്ങൾ വിശ്വസിക്കുന്നു വേണ്ട, നിങ്ങളൊരു കാര്യം മാത്രം ചെയ്യുക. ഇന്ന് 7 മണിക്ക് ഇതിൻ്റെ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യും. ആദ്യം നിങ്ങളുടെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും, ആരാണ് എന്താണ് വരാൻ വേണ്ടി പോണ കാര്യങ്ങളൊക്കെ. സോ ഇനി ഈ ഹിന്ദിക്കാരി വന്നാലും ഇനി ഇപ്പോൾ ഒരു കാര്യം കൂടെ ചിന്തിക്കുക. ഈ ഹിന്ദിക്കാരി ഒരു മത്സരിക്കുന്നുണ്ട്, രണ ഫാത്തിമ കയറുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഹിന്ദിക്കാരി മാത്രം നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. രണ ഫാത്തിമ അവിടെ ഗെയിം കളിച്ചോട്ടെ, അത് വേറെ കാര്യം. ഈ ഹിന്ദിക്കാരി മാത്രം ഫോക്കസ് ചെയ്യാം. വന്നു കഴിഞ്ഞാൽ രേണു സുധിയെ കാട്ടൊക്കെയാണ് ഇൻവോൾവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോണേ. അത്രയ്ക്ക് ഒരു ഗതികെട്ട ഒരു ഹിന്ദിക്കാരി വരും എന്നൊക്കെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക്. ഈ രേണു സുധിയുടെ കടികൂടാൻ വേണ്ടിയാണ് ആ ഹിന്ദിക്കാരി കിടന്നത്. പൊതുവേ അവിടെ ഒരു എന്തരാണ് അവിടെ ഈ രേണു സുധി കുറേ പ്രശ്നവും കാരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഇത്രയും ഒരു VIP ആയ ഹിന്ദി ബിഗ് ബോസ് പോയ ഒരാൾ വന്നിട്ട് ഈ രേണു സുധി കൊടുക്കുന്ന അടികൂടുന്ന കാരണം ആലോചിക്കുകയാണ്. വെറുപ്പിക്കലാണ് കേട്ടോ, ഓർക്കാനേ വേറൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നടക്കൂല എന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. വേറെ എന്തിനായിരിക്കും വരാൻ വേണ്ടി പോകണം, പിന്നെ അത് കണ്ടാൽ അറിയാൻ വേണ്ടി പറ്റും. സോ ആ ഒരു കാര്യം വെച്ച് മത്സരിച്ചതേ ഇതാണ് അവസ്ഥ. രേണു സുധിയുടെ കൊടുക്കുന്ന അടികൂടുന്ന ആലോചിക്കുകയാണ്. കേട്ടിട്ട് തന്നെ ഒരു അഭിമാനം പോലെ തോന്നുന്നു. ആ ഒരു കാര്യം വെച്ച് ഇതൊക്കെയാണ് കിട്ടിക്കുന്ന അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ പ്രമുഖരായ റിവ്യൂവേഴ്സ് കേൾക്കാൻ വേണ്ടി പറയുകയാണ്, നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ കറക്റ്റാണെങ്കിൽ മാത്രം ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പറയാൻ വേണ്ടി ശ്രമിക്കില്ലെങ്കിൽ മിണ്ടാൻ മിനിക്കരുത്. ഇവിടെ പ്രേക്ഷകർ നിങ്ങൾ പറഞ്ഞൊരു കാര്യം കുറച്ച് നമ്മളിങ്ങനെ ഭേദവാക്കാട്ടിരുന്നിട്ട് പിന്നെ നിങ്ങൾ ഞങ്ങൾ മാറിക്കളയും. അതെന്ത് ന്യായമാണത്? ഇനി അത് മാത്രമല്ല, ഇതിൻ്റെ അണിയറ പ്രവർത്തകർ അവിടെ ഇരുന്നിട്ട് ഞാൻ അവർ കളിക്കുന്ന വല്ല കളിയാണെന്ന് എനിക്ക് അറിയാനും വയ്യ. ഏതൊക്കെ പറഞ്ഞാലും ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ ഉറച്ച് നിൽക്കുക, അത് മാത്രം പ്രേക്ഷകർ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു കാര്യം വെച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ജിസല്ല ടക്രൽ എന്ന് പറഞ്ഞ ഒരാൾ മത്സരാർത്ഥി ആയിരിക്കത്തില്ല. ഒരു പക്ഷേ വല്ല ഗസ്റ്റായിട്ട് വന്നിട്ട് പോകുന്നതൊക്കെ ആയിരിക്കും. അല്ല, അവരങ്ങനെ ഒരിക്കലും കാണിക്കത്തില്ല. പിന്നെ ഭാഷ, രേണു സുധിക്ക് ഹിന്ദിയൊക്കെ അറിയാവോ, ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നില്ല ഫ്ലുവൻ്റ് ആയിട്ട്. അങ്ങനെ ഉള്ള ഒരു വ്യക്തി ഇങ്ങനെയൊക്കെയാണോ ബബ്ബ അടിക്കും അവിടെ കിടന്ന് മനസ്സിലായവരാണെങ്കിൽ ഈ ഒരു കാര്യം മാത്രമേ പറയാൻ വേണ്ടിയുള്ളൂ. ഇനി ഒരു വന്ന് മത്സരിച്ച ഈ ഷോയ്ക്ക് എഗെയിൻസ്റ്റാണ്, വരത്തില്ല. വല്ല ഗസ്റ്റോ ഷോയുടെ ഭാഗമായിട്ട് വന്നിട്ട് അങ്ങ് പോകുന്നതൊക്കെയാണ് എനിക്ക് തോന്നുന്നൊരു കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യം വെച്ച് പിന്നെ ഇതൊക്കെ വെച്ച് കുറേ ലിസ്റ്റ് ഉണ്ടാക്കുന്ന കുറേ മാമാരുണ്ട്. ഇത് ഈ ഒരു വല്ലവരും പറഞ്ഞും കേട്ട് ഒരു 100 വട്ടമൊക്കെ ഒന്ന് ചിന്തിച്ചും നോക്കി കൊണ്ട് മാത്രം ഇവിടെ ഈ ഉറപ്പില്ലാത്തവർ പറഞ്ഞ ആ ഒരു ലിസ്റ്റിങ് കാരണം നിങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ആ ഒരു കാര്യം വെച്ച് നമുക്ക് 18 പേര് വന്നിട്ടുണ്ട്. അത് 18 പേരും മലയാളികൾ തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഉള്ള ആൾക്കാർ ലിസ്റ്റിങ് കാരണം തന്നെയാണ് വരാൻ വേണ്ടി പോകുന്നത്. സോ ആ ഒരു കാര്യം വെച്ച് ഇനി ജിസലിലേക്ക് ടക്കറിലേക്ക് വന്നിട്ട് അങ്ങ് പോകും, അത്രയേ ഉള്ളൂ. ആ ഒരു കാര്യം വെച്ച് ഇത്രയാണ് എനിക്ക് പറയാനുള്ള കാര്യം. എന്തെങ്കിലും കറക്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ മാത്രം വിശ്വസിക്കാൻ നോക്കി ഇതൊക്കെ വന്നിട്ട് ഗസ്റ്റായിട്ട് അങ്ങ് പോകും. പിന്നെ മത്സരിച്ച ഈ ഷോയ്ക്ക് എഗെയിൻസ്റ്റുമാണ്. ഇത്രേ പറയാൻ പറ്റുള്ളൂ. ഇത്രയുള്ള പറഞ്ഞിട്ട് ഒരു കാര്യം വെച്ച് ബിഗ് ബോസിൻ്റെ 100 ദിവസത്തെ ജെനുവിൻ റിവ്യൂ ആയിട്ട് ഞാനും നിങ്ങളെ കൂടെ കാണുന്നത്. ഇതുപോലെയൊക്കെയുള്ള ജെനുവിൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം. ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. ഓക്കെ, പലരും പറയും, പക്ഷെ നമ്മളെന്താണ് ജെനുവിൻ റിവ്യൂ കിട്ടുന്ന കാര്യം കൃത്യമായിട്ട്. പിന്നെ ഹൗസിലെ ഗെയിംസ് ഹൗസ്മേറ്റ് എന്ത് കാണിക്കുന്നോ അത് ഇവിടെ കൃത്യമായിട്ട് പറയും. എനിക്കും ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ഉണ്ട്. ആ ഒരു കണ്ടസ്റ്റൻ്റ് തെറ്റ് ഗെയിം കളിക്കണമെങ്കിൽ അതും ഞാൻ ഇവിടെ പറയും. ഇത്ര കാര്യം മാത്രമേ. സോ ആ ഒരു കാര്യം വെച്ച് ഇതാണ് ഇപ്പോൾ കിട്ടുന്ന അപ്ഡേറ്റ്. മറക്കാതെ ജെന്യുവൻ റിവ്യൂവിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഇത്ര പറഞ്ഞിട്ട് ബൈ.